അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ സ്മിത് തൻവീർ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ. അപ്പോൾ നമ്മുടെ CPMൻ്റെ കളക്ഷനാണ് ഞാൻ ഇപ്പോൾ കാട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു പഴയ ഹോണ്ട സിവിക് ഉണ്ട്, പിന്നെ സുപ്ര, പിന്നെ പുതിയ സിവിക്ക്, പിന്നെ സ്കൈ ലൈന്, പിന്നെ അങ്ങനെ പോവും. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു വർക്കൊന്നും ചെയ്തിട്ടില്ല. ജി വാഗൻ, പഴയ M3 ഇത് ഞാൻ ഫ്ലൈയിങ് സ്ക്വിറലിൻ്റെ വെച്ചു. പിന്നെ നമ്മുടെ മെഴ്സഡീസ്, പിന്നെ ഫെറാറി, അങ്ങനെ കുറേ കാർസ് ഉണ്ട്. ഓക്കെ, ഞാൻ ചിലതിൽ മാത്രമാണ് അങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഡോഡ്ജ് പിന്നെ ഹൈലക്സ് ഉണ്ട്. ഹൈലക്സിൽ ഞാൻ പകുതി വെച്ച് നിർത്തിയിരിക്കുകയാണ്, അത് ഞാൻ പെൻഡിങ് ആണ്. പിന്നെ ഈ രണ്ടെണ്ണം ഞാൻ ചെയ്തിട്ടില്ല. റോൾസ് റോയ്സും പിന്നെ ഫോർഡും ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് BMN എടുക്കാം. ഓക്കെ, ഫ്ലൈയിങ് സ്ക്വിറലിൻ്റെ. കാരണം നമുക്ക് റൈഡ് പോകണ്ട. ഞാൻ കുറേ ആയി നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിറലിൽ എടുത്തിട്ട്. ഞാനൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ മെഴ്സഡീസോ ഫെറാറിയാണ് എടുക്കുക, കുറേ ഇത് പോയിട്ട്. ഇതാണ് നമ്മുടെ ഒരു ഫിനിഷിങ്. ഇത് ആ ലിവറി ഫിനിഷിങ് ഉണ്ടാകുന്ന എനിക്ക് അറിയില്ല, എന്നാലും എൻ്റെ ഒരു ബെസ്റ്റ് ഞാൻ ചെയ്തു. ഓക്കെ, നമുക്ക് സിംഗിൾ പ്ലെയറാണ് പോകാനുള്ളത്. ഓക്കെ, പോവാം. ഓക്കെ, നമുക്ക് സിറ്റി തന്നെ പോവാം. ഓക്കെ, അതാണ് നല്ലത്. സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് കൊടുക്കുക. പിന്നെ സിറ്റിയിൽ നമുക്ക് ഹോം 2 കൊടുക്കുക, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് സിറ്റി ആയിട്ട് കിട്ടും. ഓക്കെ, അതാണ്. അപ്പോൾ അത് ഒന്ന് ലോഡിങ് ഒന്ന് ആകട്ടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ കുറച്ചുകൂടി ലോഡിങ് ആകട്ടെ, കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹോം ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സെറ്റ് വീടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിറൽ ഈസ് ഹിയർ ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വീട് ഒരു അടിപൊളി വീട് തന്നെ. പക്ഷേ ഇതിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് വണ്ടിക്ക്. അതുകൊണ്ട് താഴെ എത്താൻ പാടാണ് നമുക്ക് റോഡിലെത്താൻ. ഓക്കെ, അതാണ് ഈ വീടിൻ്റെ പ്രശ്നം. കാരണം നോക്കിയോ, ഇതിൽ മെല്ലെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് ചെറിയ സ്ക്രാച്ചൊക്കെ ആവും, എന്നാലും നമുക്കൊന്നും കുഴപ്പമില്ല. നമുക്ക് ഓൾ വീൽ ഡ്രൈവാണ് ചേരുക. ഓക്കെ, ഈ വണ്ടിക്ക് റിയർ വീലിനെയും കാട്ടി നല്ലത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അതായത് ഓൾ വീലാണ് നമുക്കിപ്പോൾ കുടുങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന സംഭവമൊക്കെ. ഓക്കെ, നമ്മളിപ്പോൾ ഓൾ വീലിൽ തന്നെയാണ്. ഓക്കെ, നമുക്കിപ്പോൾ റിയർ വീലാക്കാം. റിയർ വീൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് കൂടുതലാവും. അതാണ് ഡ്രിഫ്റ്റും. പിന്നെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഒരു സ്മോക്ക് പോലെ സംഭവമാണ്. ഞാൻ സൗണ്ട് കൂട്ടാൻ മാറുന്നു, അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു സിറ്റി ഒരു ടൂർ അടിക്കാം. ഓക്കെ, റൈറ്റിലേക്ക് പോവാം. ഇത് V12 വിത്ത് ഷോർട്ട് എക്സോസ്റ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. W60 എനിക്ക് അൺലോക്ക് ആക്കിയിട്ടില്ല. ഓക്കെ, ഞാൻ എന്തായാലും അൺലോക്ക് ആക്കുമ്പോൾ ഞാൻ എന്തായാലും BMൽ അല്ലെങ്കിൽ സിവിക്കിൽ ഞാൻ എന്തായാലും സെറ്റ് ചെയ്യും, പുതിയ സിവിക്കിൽ. ഓക്കെ, അപ്പോൾ ഫുള്ളി ഫാസ്റ്റ് വണ്ടിയാണ്. ഓക്കെ, പോട്ടെ, നമുക്കൊന്ന് ജസ്റ്റ് ഒരു ടൂർ പോലെ ഒന്ന് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രശ്നം. റിയർ വീലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്മോക്ക് വരും ഇതിൽ, പിന്നെ നല്ല ഡ്രിഫ്റ്റ് ആവും, അതാണ്. ഓക്കെ, നമുക്കൊന്ന് വ്യൂ ഒന്ന് മാറ്റാം. നമുക്ക് ഒരു ഡ്രൈവർ വ്യൂ, ഇൻസൈഡ് വ്യൂ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് ഇനി റൈറ്റ് പോയിട്ട് ആ ഒരു ടൗണിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊന്ന് പോകാം. തിരക്കൊന്നുമില്ല, അതുകൊണ്ട് സീനില്ല. ഇനി ഇവിടെ വല്ല ട്രാഫിക്കോ വല്ല ബ്ലോക്കോ ഉണ്ടെങ്കിൽ നമ്മൾ പെടും. ഓക്കെ, പിന്നെ ഇവിടെ ആരും ഇല്ല. ഓക്കെ, അതുകൊണ്ട് സീനൊന്നുമില്ല. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയില്ല, അതാ പ്രശ്നം. ഓക്കെ, നമുക്കൊന്ന് കുറച്ച് സ്പീഡിൽ പോവാം. പക്ഷെ ഹോം ടൗണിൽ സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഓക്കെ, ഒരു കാര്യം ചെയ്താലോ, ഒന്ന് പെട്രോൾ പമ്പിനുള്ളിൽ പോവാം. എന്തായാലും റീഫ്യൂലും ചെയ്യാണ്ട് കുറച്ച് പണിയുണ്ട്. നമുക്കെന്തായാലും ഫോട്ടോഗ്രാഫി പോലെയൊക്കെ എടുക്കാം. ഓക്കെ, നമുക്കൊന്ന് പോയി. ഇതിലെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് ക്ലിയർസ് ഒരുപാട് കുറവാണ്. അതുകൊണ്ട് നമുക്ക് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് പോവാം. ഓക്കെ, അതാണ് നല്ലത്. അതാണ് ഒരു വഴിയുള്ളൂ. നമുക്ക് ഓൾ വീൽ ഡ്രൈവ് ഇടാം, അല്ലെങ്കിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല രക്ഷിക്കാൻ. ഓക്കെ, നമുക്ക് ഇപ്പോൾ ക്യാമ്പറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സൈഡ് ക്യാമ്പറും ഫ്രണ്ട് വീലും റിയർ വീലിൻ്റെ ക്യാമ്പറൊക്കെ സെറ്റാക്കി. ഇവിടെ ഒരു പോലീസുണ്ട്, ഉള്ളിൽ ആളില്ലാന്ന് തോന്നണേ. നമുക്ക് ആ ഒരു വിശ്വാസത്തിൽ നമുക്കൊന്ന് കടയിൽ പോകണം. ഓക്കെ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഓക്കെ, അയ്യോ തട്ടിയില്ല, ഇല്ല, ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ മതി. എനിക്ക് വയ്യ ഇനി പറയാം, അതാണ്. ഓക്കെ, അപ്പോൾ അയ്യോ മുട്ടിയില്ല, കുഴപ്പമില്ല. മുട്ടിക്കഴിഞ്ഞ സൗണ്ട് പീ പറഞ്ഞിട്ട് നമുക്കെന്തായാലും ലോക്കാക്കി ഉണ്ട് വണ്ടി. നമുക്കെന്തായാലും ഇറങ്ങാം.
ഓക്കെ നമുക്കൊന്ന് എന്നാൽ ഗൈസ് നമുക്ക് 10 മിനിറ്റ് മാത്രം ഞാൻ സാധനം വാങ്ങിച്ചിട്ട് നമുക്കിനി അടുത്ത വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കടയിൽ കയറിയിട്ടുണ്ട്. കടയിൽ കയറിയിട്ട് വന്നു. നമുക്കൊന്ന് ഇനി പോവാല്ലേ, അതാണ് നല്ലത്. ഓക്കെ പോവാം. അത് ഫിനിഷിങ്ങുള്ള വണ്ടിയാണ്. ഓക്കെ അതുകൊണ്ട് സീനില്ല. പിന്നെ ലിവറി തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടും. ഓക്കെ അതായത് സൈഡിലത്തെ സംഭവം നമുക്ക് എന്തായാലും പെട്രോൾ അടിക്കണമല്ലേ. സോറി ഞാൻ മറന്നു. നമുക്ക് പോവാം. റീഫ്യൂൽ ചെയ്യണം, കാരണം പെട്രോൾ കുറച്ചുള്ളൂ, എൻഡിലേക്ക് ആകാറായി. ഓക്കെ എന്തായാലും നമുക്ക് റീഫ്യൂൽ ചെയ്യാം. ഓക്കെ നമുക്കത് വണ്ടി ഓഫാക്കാം, അല്ലെങ്കിൽ സേഫ് അല്ലല്ലോ. ഓക്കെ പിന്നെ ഇതിൽ നല്ല ഫ്ലെയിംസും വരും. ഓക്കെ നമുക്ക് ഹെഡ്ലൈറ്റ് നമുക്ക് വർക്ക് ചെയ്യേണ്ട. ഹെഡ്ലൈറ്റിൽ കളർ മാറ്റണം. നമുക്ക് ഏത് കളർ വെക്കാം നിങ്ങളൊന്ന് കമൻറ്റ് ഇടും. ഓക്കെ പിന്നെ നമ്മൾ പോലീസ് ആ സംഭവം വെക്കുന്നില്ല, ലൈറ്റ് സൈറനൊന്നും വെക്കുന്നില്ല. അത് വേണ്ട, നമുക്ക് എല്ലാം സെറ്റാണ്. എല്ലാ ബോഡി കിറ്റൊന്നും ഇല്ല. ഓക്കെ നമുക്ക് ടാങ്ക് ഫുള്ളായി, ബോഡി കിറ്റൊന്നും ഇല്ല. നമുക്ക് ഇതന്നെ എല്ലാം സെറ്റാണ്. നമുക്ക് സ്പോയിലർ ഇത് കിട്ടിയിട്ടില്ല. ഓക്കെ അതുകൊണ്ടാണ് സ്പോയിലർ ഞാൻ ഇത് വെച്ചത്. പക്ഷെ നന്നായിട്ട് കാണാം. ഓക്കെ ഹെഡ്ലൈറ്റും ടെയിലൈറ്റിൻ്റെ കളർ മാറ്റണം. പിന്നെ നമ്മുടെ K11H9000 അങ്ങനെയുണ്ട് നമ്പർ പ്ലേറ്റ്. നമ്മുടെ ഫ്ലൈങ് സ്കൂളിൽ അമർദീഷിൻ്റെ തന്നെയാണ്, ആബ്രോവിൻ്റെ തന്നെയാണ് നമ്പർ പ്ലേറ്റ്. എല്ലാം നമ്മൾ ആബ്രോവിൻ്റെ തന്നെയാണ്. ഓക്കെ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പിന്നെ കുറച്ച് പേര് ഉള്ള ഒരു ഓട്ടോഷോ ഉണ്ടായിരുന്നു. അതിൽ പ്രാഡൊക്കെ ഉണ്ടായിരുന്നു. സെറ്റായിരുന്നു. ലോവേഡ് ബീസസ് ഓഫ് റോഡ് ലൈഫ് സ്റ്റൈലൊക്കെ ഞാൻ താഴെ ഒന്ന് ഡിസ്ക്രിപ്ഷനിലൊന്ന് എൻ്റെ ഒന്ന് മെൻഷൻ ചെയ്യാം, എൻ്റെ ഇൻസ്റ്റ. ഓക്കെ എന്തായാലും നമുക്ക് സ്പീഡിൽ പോകണം. ഇത് ഫുള്ള് 0 to 100 in 2 seconds അത്രേ വേണ്ടുള്ളൂ. ഓക്കെ ശ്രമിച്ചാൽ കിട്ടും. ഇതാവണ്ട, എത്തി ഇത്രേ ഉള്ളൂ 100. ഓക്കെ എന്നാലും നമുക്ക് ചുറ്റിയിട്ടൊന്ന് നമുക്കൊന്ന് വരാം, കാരണം ഇത് വലിയൊരു ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജൊക്കെ ചുറ്റിയിട്ടുണ്ട്, ഫുള്ളൊന്ന് ചുറ്റി എന്നിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ സ്ഥലത്തേക്ക് തന്നെ എത്തുള്ളൂ. ഓക്കെ അതാണ് ആ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത. ഓക്കെ എന്തായാലും ഇത് അവിടെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നല്ല സ്പീഡിൽ പോയിട്ടുണ്ട്. ഇവിടെ എന്തായാലും ബ്രേക്ക് പിടിക്കണം, നമ്മുടെ വണ്ടിക്കാണ് അത് വേണ്ടുള്ളൂ, കാരണം നമ്മുടെ വണ്ടി ഫുൾ സ്പീഡാണ്. ഓക്കെ നമുക്കൊന്ന് ചുറ്റാന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ടൊന്ന് പോവാം. ഓക്കെ സൈഡിൽ കോണൊക്കെ ഉണ്ട്, മുട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഫുൾ സ്ക്രാച്ച് ആയിരിക്കും, അതാ പ്രശ്നം. ഓക്കെ നമുക്കെന്നാ നമ്മുടെ ഈ പെട്രോൾ പമ്പിലൊന്നും നിർത്താമല്ലോ, അത് നല്ലത്. ഓക്കെ നമുക്കൊന്ന് എന്തായാലും നിർത്താം. സൈഡ് തട്ടി അയ്യോ, അത് വണ്ടി കൺട്രോൾ കിട്ടുന്നില്ല, കാരണം വണ്ടി ഫുള്ള് സ്പീഡല്ലേ, അതാണ്. ഓക്കെ പക്ഷെ നമ്മളൊന്ന് ഇപ്പോൾ നേരാക്കാൻ പോകുന്ന വണ്ടിയാണ്, അതായത് റിപ്പയറും ചെയ്യണം. ഓക്കെ അതാണ് നമ്മുടെ പണി. നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? യെസ് ഉണ്ട്. ഓക്കെ നമുക്കെന്നാൽ റിപ്പയർ ചെയ്യാം. ഓക്കെ നോക്കട്ടെ. ഓക്കെ അമർതീഷ് പ്രോൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട് നമുക്ക്. ഓക്കെ അതുകൊണ്ട് വണ്ടി നമ്മൾ ഏത് വണ്ടിയായാലും നമ്മൾ പൊന്നു പോലെ സൂക്ഷിക്കുക, അതാണ് നമ്മുടെ ഒരു ഇത്. ഓക്കെ പ്രത്യേകിച്ച് ഫ്ലൈയിങ് സ്ക്വിഡിലല്ലേ. വോയിസ് ബൈ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിഡിൽ PM എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ കമൻസിൽ. ഓക്കെ ബൈ.